ഈ ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമനാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ടുള്ളത്. ക്രൈം സിൻഡിക്കേറ്റിൽ ഒന്നാമനുണ്ട്. ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഒന്നാമനും ഇതേ വഴിയിൽ തന്നെ വലിയ നിലയിൽ തുറന്നു കാട്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ വടകരയിലെ ഫ്ലാറ്റിനെ കുറിച്ചൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റ് പാലക്കാടാണ്. അപ്പോൾ വടകരയിൽ ഫ്ലാറ്റുള്ളത് ആർക്കാണ്? അപ്പോൾ അത് സംബന്ധിച്ചും ഗൗരവമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുക, അവിടെ നിന്ന് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുക, ഗർഭചിത്രം നടത്തുക, അതിൻ്റെ പണം ഇതുപോലെയുള്ള ദുരന്തബാധിത ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തുക, എത്രമാത്രം ഹീനമായ, എത്രമാത്രം നെറികേടാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം ഇവർ കൂട്ടുനിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം കൂട്ടുനിൽക്കുകയാണ്. ഷഹനാസ് എന്ന് പറയുന്ന ഒരു യുവ എഴുത്തുകാരിയും പുസ്തക പ്രസാധകയുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു നേതാവ് കോഴിക്കോട്, അവരൊരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് എനിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു, എന്നോടുൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, ഷാഫിക്ക് ഞാനിത് പരാതിയായിട്ട് പറഞ്ഞതാണ്, പക്ഷേ അവർ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. വി ഡി സതീശൻ 30 സെക്കൻഡ് കൊണ്ട് 300 വീട് നിർമ്മിച്ചു കൊടുത്തല്ലോ കഴിഞ്ഞ ദിവസം. ആ സതീശനോട് DYFI ആവശ്യപ്പെടുന്നത് ഒരു 10 സെക്കൻഡെങ്കിലും ഈ രാഹുലും സംഘവും നടത്തിയിട്ടുള്ള ലക്കി ഡ്രോയുടെയും ഈ തട്ടിപ്പിൻ്റെയും വിവരങ്ങൾ ശേഖരിച്ച് പുറത്തു പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. എന്തൊരു തട്ടിപ്പാണിത്! ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ ക്രൈം സിൻഡിക്കേറ്റിനെ, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തുറന്ന് കാട്ടേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 100 വീടിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചു കോൺഗ്രസിൻ്റെ. ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് 100 വീട് നിർമ്മിക്കാൻ ഞങ്ങൾ പണം സമാഹരിക്കുന്നത് ആപ്പ് വഴിയാണ് എന്നാണ്. ആപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആപ്പ് കാണാനില്ല. ലോകത്താദ്യമായിട്ട് പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് ആവിയായി പോയത് ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റേത് മാത്രമാണ്. അപ്പോൾ ആളുകൾ പിരിച്ച പണമെവിടെ, നിങ്ങൾ ഏറ്റെടുത്ത സ്ഥലമെവിടെ, അതിൻ്റെ സർവേ നമ്പർ എത്രയാണ്, അവിടെ തറക്കല്ലിട്ട തീയതി ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരവും കൊടുക്കാതെ തപ്പിക്കളിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വം. അവർക്ക് ഈ യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല ഒരാളെയും തിരുത്താനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയോ അതിൻ്റെ കരുത്തോ ഇല്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ നയിച്ച പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ബലാത്സംഗ വീരന്മാരും അവരെ സംരക്ഷിക്കുന്ന ഈ ക്രൈം സിൻഡിക്കേറ്റിലെ ചില ഉപജാപ സംഘങ്ങളും മാത്രമാണ്. അവരാണ്. അവരുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഞെരിഞ്ഞമരുന്നു, അധപ്പതനത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് ഗൗരവമായി DYFI ആവശ്യപ്പെടുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പിൻ്റെ, വലിയ കൊള്ളയുടെ ഒരു അറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ കോടികളുടെ വെട്ടിപ്പിൻ്റെ കഥകൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ ദുരന്തബാധിതരെ മുൻനിർത്തിയിട്ട് ഈ യൂത്ത് കോൺഗ്രസും നടത്തിയിട്ടുള്ള കൊള്ള ഈ നാട് തിരിച്ചറിയണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഈ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം തീർന്നോ? MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുണ്ടോ? അത് കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കേണ്ടതല്ലേ? അല്ലാതെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾക്കെതിരായി നിരവധി പരാതികൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വെക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ഇയാൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയെന്ന് ആരാണ് പരാതിപ്പെട്ടതെന്ന് ചോദിച്ചാൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നെ തോപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്കറിയാം. പരസ്യമായി പറഞ്ഞ കാര്യമാണ്. ചാനൽ ചർച്ചയിൽ കൂടി അവർ വന്ന് പറഞ്ഞ, അവരെല്ലാം ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ അവരുടെ എല്ലാം ബൈറ്റ് എടുക്കണം. എങ്ങനെയാണ് നിങ്ങളെ തോൽപ്പിച്ചത് എന്ന് അവരോട് ചോദിക്കണം. അപ്പോൾ അവർ തന്നെ കൊടുത്ത കേസുകൾ ഇപ്പോൾ കോടതിയിലും അവരുടെ AICC നേതൃത്വം മുന്നിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം അവഗണിച്ച് അയാളെ പ്രസിഡൻ്റാക്കി. പിന്നീട് അയാളെ പാലക്കാട് കൊണ്ടുവന്നു. അല്ല, എന്തിനാണ് പാലക്കാട് കൊണ്ടുവന്നത്? പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ എന്താ പറഞ്ഞത്? പാലക്കാട് DCC AICC-ക്കും KPCC-ക്കും അയച്ച പരാതി എന്തായിരുന്നു?
അപ്പോൾ പൂർണ്ണമായും പാലക്കാട് കോൺഗ്രസിൻ്റെ എല്ലാ എതിർപ്പും മറികടന്ന് അവിടെ ഷാഫി പറമ്പൽ ഇയാളെ കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയല്ലേ കൊടുത്തത്. അതല്ലേ ഷഹനാസ് പറഞ്ഞത്. ഞാൻ എത്രയോ തവണ ഷാഫിയോട് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാം, ഷാഫി അയാളെ സംരക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്നാൽ പിന്നെ ഷഹനാസിൻ്റെ പേരിൽ നടപടിയെടുക്ക്. ഷഹനാസ് ഇപ്പോഴും കോൺഗ്രസിൻ്റെയൊക്കെ നേതാവല്ലേ. എന്തുകൊണ്ട് ഷഹനാസിൻ്റെ ഈ പത്രസമ്മേളനത്തിന് മറുപടി പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല? അപ്പോൾ ഇതിനെല്ലാം രക്ഷാധികാരിയായിട്ട് ഷാഫിയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമൻ മാത്രമേ ഇപ്പോൾ അകത്ത് പോയിട്ടുള്ളൂ. ക്രൈം സിൻഡിക്കേറ്റിലെ ഒന്നാമനും മൂന്നാമനും നാലാമനുമെല്ലാം പിന്നാലെ പോവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.